എന്നുള്ളതാണ് സത്യം. Shri Najib Al Sayati to present the award to Shri Surya Krishnamurthy. Thank you, sir. നമ്മുടെ ഇന്നത്തെ താരം ശ്രീ സൂര്യ കൃഷ്ണമൂർത്തി പ്രേംനസീർ പുരസ്കാരം ഏറ്റുവാങ്ങിയ അദ്ദേഹം നിങ്ങളോട് തൻ്റെ മനസ്സ് തുറക്കുന്നു. വേദിയിലെ മഹൽ വ്യക്തികളെ, സദസ്സിലെ ഗുരുജനങ്ങളെ, നസീർ സാറിൻ്റെ നന്മയും സ്നേഹവും കണ്ടും തൊട്ടും അറിഞ്ഞിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളെ, എന്നെപ്പറ്റി കുറേ നല്ല വാക്കുകൾ ഇവിടെ ഈ വേദിയിൽ ചൊരിഞ്ഞു. അത് പറയാൻ തോന്നിയ നല്ല മനസ്സുകൾക്കും ആ വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. നിറഞ്ഞ മനസ്സോടെ തൊഴുകൈയോടെയാണ് ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. കഴിഞ്ഞ 18 വർഷങ്ങളായി നസീർ സാറിൻ്റെ പേരിലുള്ള ഈ മഹത്തരമായ പുരസ്കാരം ഏറ്റുവാങ്ങിയിരുന്നത് കേരളത്തിലെ വളരെ പ്രശസ്തരായ പ്രഗത്ഭമതികളായ 18 പേരാണ്. അവരോടൊപ്പം അല്ലെങ്കിൽ അവരുടെ 7 അയലത്ത് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്നെനിക്ക് നന്നായി അറിയാം. ഈ പട്ടികയിൽ ആരാണ് ഏറ്റവും നിസ്സാരൻ എന്ന് ചോദിച്ചാൽ അത് ഞാനാണ് എന്നും എനിക്കറിയാം. എങ്കിലും ഞാൻ പുറപ്പെടുവിച്ച ശബ്ദം എവിടെയൊക്കെയോ കേട്ടു എന്നതും ഞാൻ തെളിയിച്ച ദീപത്തിൻ്റെ പ്രകാശം എവിടെയൊക്കെയോ വിതറി എന്നതും എനിക്ക് ആശ്വാസവും സന്തോഷവും പകരുന്നു. ഒരു കലാകാരൻ സാധാരണക്കാരനിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അവൻ പ്രതികരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. സമൂഹത്തിലെ ഒരു അനീതിയോ അസത്യമോ അക്രമമോ ഒക്കെ കണ്ടാൽ ഒരു സാധാരണക്കാരൻ വഴിമാറി നടന്നു പോയി എന്ന് വരും. പക്ഷെ ഒരു കലാകാരൻ പ്രതികരിക്കും. അവനറിയാം ചിലപ്പോൾ അവൻ്റെ പ്രതികരണം ഈ സമൂഹത്തിൽ ഒരു മാറ്റവും വരുത്തുകയില്ല എന്ന്. എങ്കിലും അവൻ പ്രതികരിക്കും. ഒരു കടുകുമണിയെങ്കിലും എടുത്ത് ഈ അനീതിയുടെ നേരെ അവൻ എറിയും. ആ കടുകുമണി കൊണ്ടുള്ള ഏറ് സമൂഹത്തിൽ ഒരു മാറ്റവും വരുത്തില്ലായിരിക്കാം. പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. ഈ കടുകുമണി കൊണ്ടുള്ള ഏറ് സമൂഹത്തിൽ എന്നെങ്കിലും ഒരു ഓളം സൃഷ്ടിക്കുമെന്നും ആ ഓളം എന്നെങ്കിലും ഒരു തിരമാലയായി ആഞ്ഞടിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം. അങ്ങനെയുള്ള എൻ്റെ ഒരു ചെറിയ ഏറ് എവിടെയൊക്കെയോ ഓളം സൃഷ്ടിച്ചു എന്നറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. മാതാപിതാ ഗുരുദേവോ മഹേശ്വര. LKG മുതൽ ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ ഞാനൊക്കെ പഠിച്ച് ഇതിൻ്റെ അർത്ഥം, ഈ ഭാരതത്തിൻ്റെ ആപ്തവാക്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ മന്ത്രം മാതാപിതാ ഗുരുദേവോ മഹേശ്വര എനിക്ക് പഠിപ്പിച്ചു തന്നത് കുഞ്ഞുനാളിൽ, വളരെ കുഞ്ഞുനാളിൽ എനിക്ക് ഇത് പഠിപ്പിച്ചു തന്നത് മാതാവും പിതാവും ഗുരുവും ദൈവമാണ് എന്നാണ്. അത് തന്നെയാണ് ഞാൻ പഠിച്ചു വന്നതും. എന്നാൽ കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിൽ വന്നപ്പോൾ മന്ത്രങ്ങൾക്ക് സ്വന്തമായ വ്യാഖ്യാനം നൽകാനുള്ള അധ്യാപകർ ഉണ്ടായപ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞ ഈ അർത്ഥം ശരിയല്ല എന്നെനിക്ക് മനസ്സിലായി. മാതാവും പിതാവും ഗുരുവും ദൈവസൃഷ്ടികളാണ്. അവർക്ക് ദൈവമാകാൻ കഴിയുകയില്ല. ദൈവസൃഷ്ടികളായ ആർക്കും തന്നെ ദൈവമാകാൻ കഴിയുകയില്ല. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പലപ്പോഴും നമ്മുടെ പല പ്രസംഗങ്ങളിലും എഴുത്തിലുമെല്ലാം പറയാറുണ്ട്, അയാൾ എനിക്ക് ദൈവമാണ് എന്ന്. അത് ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഇവർക്കാർക്കും ദൈവമാകാൻ പറ്റില്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവർക്ക് ദൈവമാകാൻ പറ്റുകയില്ല ഒരിക്കലും. യഥാർത്ഥ അർത്ഥം മനസ്സിലായപ്പോൾ കുറച്ചുകൂടി വൈകി. ഒരു നല്ല അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട്
ഇതാണ് നിന്റെ അച്ഛൻ എന്ന് ചൂണ്ടിക്കാണിക്കാനാവൂ. ഒരു നല്ല അച്ഛന് മാത്രമേ ആ കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ട് ഇതാണ് നിന്റെ ഗുരു എന്ന് ചൂണ്ടിക്കാണിക്കാനാവൂ. ഒരു നല്ല ഗുരുവിന് മാത്രമേ ആ കുഞ്ഞിനെ മടിയിലിരുത്തി പറയാൻ പറ്റുള്ളൂ, ഇതാണ് ഈശ്വരനിലേക്കുള്ള, ദൈവത്തിലേക്കുള്ള വഴി എന്ന്. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെയും ഞാൻ വളർന്നപ്പോൾ, അനുഭവങ്ങൾ ഏറെ ഉണ്ടായപ്പോൾ, ഈ ഗുരുവിനും മേലെ ഈശ്വരനെ തൊട്ട് താഴെ മറ്റൊരു വിഭാഗം കൂടി ഉണ്ട് എന്ന് മനസ്സിലായി. മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ, ബ്രഹ്മകുമാരീസ് മൂവ്മെന്റിലെ ജാനകി ദാദിയുടെ പ്രവർത്തനം കണ്ടപ്പോൾ, അമൃതാനന്ദമയിയുടെ പ്രവർത്തനം കണ്ടപ്പോൾ, സിസ്റ്റർ അൽഫോൺസാമ്മയുടെ പ്രവർത്തനങ്ങൾ വായിച്ചറിഞ്ഞപ്പോൾ, ഈ ഗുരുവിനും മേലെ പക്ഷേ ദൈവത്തിന് താഴെ അവതാരം എന്നൊരു വിഭാഗം ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രേം നസീറിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയ ഞാൻ ഒരു മടിയും കൂടാതെ പറയും, പ്രേം നസീർ ഒരു അവതാരമാണ് എന്ന്. അങ്ങനെ ഒരു അവതാരത്തിന്റെ പേരിൽ എനിക്കൊരു പുരസ്കാരം കിട്ടുമ്പോൾ അതെനിക്ക് സന്തോഷമാണോ, സംതൃപ്തിയാണോ, അഭിമാനമാണോ, ആത്മവിശ്വാസമാണോ തരുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചാൽ ഞാൻ ഒരു മടിയുമില്ലാതെ ഉത്തരം പറയും, ഇത് തരുന്നത് സംതൃപ്തിയല്ല, സന്തോഷമല്ല, ആത്മവിശ്വാസമല്ല, അഭിമാനമല്ല. കാരണം ഇതെനിക്ക് ദൈവം നേരിട്ട് തരുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുന്നു. ദൈവം വരദാനമായി എനിക്ക് തന്നിട്ടുള്ള കല മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കലയിലൂടെ, എൻ്റെ കലാസൃഷ്ടിയിലൂടെ വേദനിക്കുന്നവർക്ക് ആശ്വാസവും സാന്ത്വനവും പകരാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ. അടുത്ത ഒരു ജന്മമുണ്ടെങ്കിൽ അന്നും അപ്പോഴും ഒരു കലാകാരനായി ജനിച്ച് വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ, അവർക്കൊരു തണലായി നിൽക്കാൻ കഴിയണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനകളാണ്. ഇതൊക്കെ പ്രാവർത്തികമാക്കുന്നോ ആകുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള എന്നെപ്പോലുള്ള ഒരാൾക്ക് തൻ്റെ കല മാത്രമല്ല, തൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്കാണ് എന്ന് വിശ്വസിച്ചിരുന്ന, അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ആളിൻ്റെ പേരിലുള്ള പുരസ്കാരം കിട്ടുമ്പോൾ അതിന് ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നേരിട്ടുള്ള അനുഗ്രഹം എന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ തിരുവനന്തപുരത്ത് തൈക്കാടാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ നേരെ പുറകിൽ മലയാളത്തിലെ ആദ്യത്തെ സൗണ്ട് റെക്കോർഡിസ്റ്റ് കൃഷ്ണ ഇളമൻ, അദ്ദേഹമാണ് താമസിച്ചിരുന്നത്. ഒരു വശത്ത് പുറകിൽ കൃഷ്ണ ഇളമൻ, മലയാളത്തിലെ മെരിലൻ സ്റ്റുഡിയോയിലെ മലയാളത്തിലെ ആദ്യത്തെ സൗണ്ട് റെക്കോർഡിസ്റ്റ്, ഇപ്പോഴും അദ്ദേഹമുണ്ട്. ഒരു വശത്ത് ഒരു സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പത്മനാഭൻ മുരാളി. ഇവരെ കാണാനായി നസീർ സാർ പലപ്പോഴും അവിടെ വരാറുണ്ട്. നസീർ സാർ വരുന്നത് നമ്മൾ അറിയില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അറിയും. പിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കാത്ത് ഞങ്ങൾ ഈ ഗേറ്റിന്റെ നടയിൽ നിൽക്കും. അദ്ദേഹം പോകുമ്പോൾ, കാറിൽ കയറി അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ ഈ ഗേറ്റിന്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കും. അദ്ദേഹം പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചിരിക്കും, അല്ലെങ്കിൽ ചിരിക്കുകയും നമ്മളെ കൈ കാണിക്കുകയും ചെയ്യും. അന്നൊക്കെ ഒരു നിർവൃതിയായിരുന്നു അത്. അങ്ങനെയുള്ള നസീർ സാർ ഒരിക്കൽ ഒരു പൊടുന്നനെ എൻ്റെ വീട്ടിൽ വന്ന് കയറി. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്, എൻ്റെ ബ്രദറിനില്ല, ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹമായി എന്തോ സംസാരിക്കാനായിട്ടാണ് അദ്ദേഹം വന്നത്. ഞാൻ പ്രീ ഡിഗ്രിയിൽ പഠിക്കുന്ന കാലം, ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം.